കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോ കാണുമ്പോഴേ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനായിട്ട് മറക്കല്ലേ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. മറക്കല്ലേ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ. ഉച്ചക്കലത്തേനുള്ള ലഞ്ച് പ്രിപ്പറേഷൻ വിശേഷങ്ങൾ, പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണേ. പതിവ് പോലെ തന്നെ എനിക്ക് മടി ഉണ്ട്, പക്ഷേ എന്നാലും അതൊക്കെ ഒന്ന് കുറച്ചൊക്കെ അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് തുണി നനയൊന്നുമില്ല, കാരണം തുണി നനയ്ക്കാനുള്ള എനർജി എനിക്ക് ഇന്നില്ലായിരുന്നു. ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ലായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ രാവിലെ ചേട്ടായിയൊക്കെ പോയി കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നതാണ്. അപ്പം ഇന്ന് എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. ഇതിതാ വെള്ള കാന്താരി കേട്ടോ, അമ്മ കൊണ്ടുവന്നതാണേ. ചക്കയ്ക്ക് ചതയ്ക്കാനായിട്ട് കാന്താരി മുളക് ഇട്ട് ചതയ്ക്കാനായിട്ട് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ലഞ്ചിന് നമുക്ക് ചിക്കൻ കറിയും ചക്ക വേവിച്ച് കുഴച്ചതുമാണ്. ഓൾറെഡി അമ്മ വേവിച്ചാണ് കൊണ്ടുവന്നേക്കുന്നത്, കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്രയും ദൂരത്തുനിന്ന് ഇവിടം വരെ എത്തിക്കുമല്ലേ. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ആവി കയറ്റിയിട്ട് അരപ്പിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഈ കാര്യം എളുപ്പമാണ്. പിന്നെ ദാ കണ്ടില്ലേ, സിങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ചിക്കന് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. വേസ്റ്റ് ആണെങ്കിൽ നിറയെ ഇരിക്കുന്നു കൊണ്ട് കളയാനായിട്ട്, അതും കൊണ്ട് കളയണം കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ചിക്കനുള്ള സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മസ്റ്റായിട്ടും ഒരു ലൈക്ക് തരണം. ലൈക്ക് തന്നാൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് സവാള അരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മെയിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേണമല്ലോ. അപ്പോൾ മിക്സിയിലിട്ട് അരയ്ക്കാനുള്ള മടിയുണ്ട്, ഞാൻ ഈ ഇടികല്ലിലിട്ടിട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം. പക്ഷേ ഇനി ജാറെടുക്കണം, അതെടുത്തിട്ട് പിന്നെ കഴുകി വെക്കണം. ജാറൊക്കെ കഴുകാനായിട്ട് ഇത്തിരി പാടല്ലേ. എനിക്ക് പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇടികല്ലിലിട്ടിട്ട് ഓരോന്നും സെപ്പറേറ്റായിട്ട് ഇടിച്ച് ചതച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. മടിയാണ്, വെറും മടി. അപ്പോൾ ഉച്ചയ്ക്ക് ചേട്ടായി കഴിക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞു. ഇനി തമ്പുരാനറിയാം, ജോലിക്ക് പോയ വഴി അങ്ങനെ പോവും, പിന്നെ വൈകിട്ടേ വരത്തുള്ളൂ, ഒന്നും അറിയത്തില്ല. പിന്നെ ദാ പച്ചമുളക് ഒരു 3 പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ചക്ക ഇവിടെ ഓൾമോസ്റ്റ് ആവി എടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പും കൂടെ അതാ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അരപ്പിൽ ഞാൻ വെളുത്തുള്ളിയും ജീരകവും പിന്നെ നമ്മുടെ കാന്താരി മുളകും ചേർത്ത് മഞ്ഞപ്പൊടി, ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ചതച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ആവി കയറ്റി, ആ തേങ്ങയുടെ ഒരു പച്ച ചുവ മാറുന്നവരെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് കുഴച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയുടെ എണ്ണ കളർ ഇത് കഴിഞ്ഞ ദിവസം ചിക്കൻ ഫ്രൈ ചെയ്തായിരുന്നേ. അപ്പോൾ അതിൻ്റെ എണ്ണ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കറിക്കായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ എണ്ണ കളയണ്ടല്ലോ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ, വ്ളോഗിലാണോ ഷോർട്ട് വീഡിയോയിലാണോ എന്ന് ഓർമ്മയില്ല, അതിൽ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഈ എണ്ണ ഞാൻ ഒഴിച്ച് വെക്കുന്നത്, ഫ്രൈ ചെയ്തതിൻ്റെ എണ്ണ. അങ്ങനെ അതിലോട്ട് പച്ചമുളകും സവാളയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് നന്നായിട്ട് വാടി വരുമ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ട് പിന്നെ പൊടികൾ. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് കൊറിയർ ചേട്ടൻ വന്നത് കേട്ടോ. നമ്മുടെ നീലൂസിൻ്റെ മെയിൻ സാധനമാണ് വന്നേക്കുന്നത്, സ്റ്റഡി ടേബിളാണ്. പിന്നെ എനിക്ക് കിച്ചണിലോട്ട് വേണ്ടുന്ന ഒരു ചെറിയൊരു സ്റ്റാൻഡും കൂടെ വന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇട്ട് അടുക്കി വെക്കാനുള്ളൊരു സ്റ്റാൻഡും കൂടെ. മെയിനായിട്ട് ഞാൻ നോക്കി നിന്നത് നീലൂസിൻ്റെ സ്റ്റഡി ടേബിളാണ്. അപ്പം അത് സ്റ്റഡി ടേബിളായിട്ട് മാത്രമല്ല, നമുക്ക് വലിയവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. നമുക്കിപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതണമെങ്കിൽ അതൊക്കെ അതിൽ വെച്ചിട്ട് നമുക്ക് കട്ടിലിരുന്നായാലും തറയിലിരുന്നായാലും നമുക്ക് വെച്ച് എഴുതാനായിട്ട് പറ്റും കേട്ടോ. നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇന്നലെ വരുമെന്ന് വിചാരിച്ചു കേട്ടോ, പക്ഷേ ഇന്നാണ് വന്നത്. ഒരു ദിവസം ഡിലേ ആയിപ്പോയി. അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേനും എല്ലാം വാടി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം പൊടികളെല്ലാം ഇട്ടു. ചിക്കൻ മസാല ഇല്ലായിരുന്നു കേട്ടോ, ഗരം മസാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ചിക്കനും കൂടി ഇട്ടു. പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചിട്ട് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചു. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ വേവട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടച്ച് വെച്ച് വേവിച്ചു. ഇതിൽ തന്നെ വെക്കാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഇല്ലെങ്കിൽ ഞാൻ ചക്കയും എന്തോ ആണെങ്കിലും നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലായിരുന്നു വെക്കുന്നത്. ഇപ്പം ഗ്യാസ് തീർക്കണം.
കാരണം ഗ്യാസ് ഇപ്പം 1.5 മാസത്തിൽ കൂടുതലായി. ഇപ്പം ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഗ്യാസ് തീർക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമാണ് കേട്ടോ. അതെന്താണെന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ കാര്യങ്ങളിലോട്ട് വരാം. പിന്നെ കുറച്ച് മുന്തിരി ഇരിപ്പുണ്ടായിരുന്നു. ഈ മുന്തിരി ചേട്ടായിയുടെ അമ്മ നീലൂസിനെ കാണാനായിട്ട് വന്നപ്പം, നീലൂസിന് പനി പിടിച്ചിരിക്കുമല്ലോ, അപ്പോൾ കാണാനായിട്ട് വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ കൂട്ടത്തിൽ മുന്തിരിങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ജ്യൂസ് അടിക്കുന്ന മുന്തിരിങ്ങയാണെന്നാണ് പറഞ്ഞത്, കുരുവുള്ളത്. കുരു ഇല്ലാത്തത് നോക്കിയപ്പോൾ ഇല്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ ആ കവറോടെ വെച്ചിരുന്നത്. ഇന്നാണ് ഇതിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നത്, ജ്യൂസ് അടിക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വെച്ചിരുന്നാൽ ഇത് മുതലാവത്തില്ല, എടുത്ത് കളയേണ്ടി വരും. പാടുപെട്ട് ഇത്രയും കൊണ്ടുവന്നിട്ട് പിന്നെ എടുത്ത് കളയുന്നത് ഭയങ്കര വിഷമമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് ജ്യൂസ് അടിച്ചിട്ട് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ചേട്ടായിയും അവനും കൂടെ കുടിച്ചോളും. നീലൂസിന് തണുപ്പോടെ കൊടുക്കത്തില്ല, തണുപ്പൊക്കെ മാറിയിട്ടാട്ടോ കൊടുക്കുന്നത്. അങ്ങനെ കുടിച്ചോളും. പഞ്ചസാര ഇട്ടടിക്കുന്നില്ല ഞാൻ കേട്ടോ, പഞ്ചസാര ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടടിക്കുന്നില്ല. ഓൾറെഡി നല്ല മധുരമുണ്ട് ഈ ഒരു മുന്തിരിക്ക്. അപ്പോൾ അതങ്ങനെ ജ്യൂസും അടിച്ച് കുപ്പിയിലൊഴിച്ച് അങ്ങ് മാറ്റി ഫ്രിഡ്ജിലങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ചേട്ടായിക്കാണെങ്കിൽ ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നും ഇവിടെ ജ്യൂസ് ഇങ്ങനെ അടിക്കത്തില്ലെങ്കിലും പലപ്പോഴും ഇങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കഴിക്കും കേട്ടോ, കുടിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ചേട്ടായിക്ക് ചീനിയാണ് വേവിച്ചത് കൂടുതൽ ഇഷ്ടം. ചക്ക അത്ര പ്രിയമില്ല, ചക്ക ഞാനാണ് കഴിക്കുന്നത്. അപ്പം ചീനി ചേട്ടായിക്ക് ഇച്ചിരി, ഇപ്പോൾ കുറച്ച് ചീനി എടുത്ത് ചേട്ടായിക്ക് വേണ്ടി മാത്രം ഒന്ന് വേവിച്ച് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ച് അത് ഒരു തിള വന്ന് ഞാനത് ഊറ്റി രണ്ടാമത്തെ വെള്ളം വെച്ച് തിളയ്ക്കാറായപ്പോഴത്തേനും സ്വാഹ ഗ്യാസ് തീർന്നിട്ടുണ്ട്. സന്തോഷമായി കേട്ടോ. സാധാരണ എല്ലായിടത്തും ഗ്യാസ് തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നോക്കുന്നതല്ലേ. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. ഇത്രയും നാൾ ഞാൻ ഗ്യാസ് തീരാതെ നോക്കിയിട്ട് ഇപ്പോൾ അവസാനം ഗ്യാസ് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളൊരവസ്ഥയാണ് കേട്ടോ. കാരണം ഓണമൊക്കെ അല്ലേ വരുന്നത്. ഓണത്തിനൊക്കെ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. പിന്നെ വേറെ കുറേ റീസൺസൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളിവിടെ പറയേണ്ട കാര്യങ്ങൾ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട്, ഇതിപ്പോൾ വൈകിട്ടാണ് കേട്ടോ, ഞാൻ ഫുഡ് കഴിച്ചു. ചേട്ടായി വന്നില്ലായിരുന്നു. ചേട്ടായി സന്ധ്യ ആയപ്പോഴാണ് കേട്ടോ വന്നത്. ചേട്ടായിക്ക് വേണ്ടി ചീനി വേവിച്ച് വെച്ച ഞാൻ ആരായി? നിങ്ങൾ വിചാരിക്കും, ഓ നല്ല ഉത്തമയായ ഭാര്യ, എന്തൊരു സ്നേഹമോ ഭർത്താവിനോട്. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു മൂടുണ്ട്, അതുകൊണ്ട് ചക്കയുടെ കൂട്ടത്തിൽ ചീനിയും കൂടെ വേവിച്ച്. അല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു, ഞാൻ ചക്ക മാത്രമേ വേവിച്ച് വെക്കത്തുള്ളായിരുന്നു. എനിക്കാണെങ്കിൽ അടുക്കള കയറി കഴിഞ്ഞാൽ പെട്ടെന്നെല്ലാം കഴിഞ്ഞിട്ട് ചടപടയെന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് വെളിയിൽ ഇറങ്ങണം. ഒരു കാര്യം എനിക്ക് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ട് ചെയ്യാനും അതും കൊണ്ട് അവിടെ അങ്ങ് ഇരിക്കാനും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എന്ത് ചെയ്യുകയാണെങ്കിലും, അതിപ്പോൾ ക്ലീനിങ് ആണെങ്കിലും അടുക്കളയിലെ ജോലിയാണെങ്കിലും അത് പെട്ടെന്ന് ചെയ്തിട്ട് അങ്ങ് തീർക്കണം. അങ്ങനെയാണ് എൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അത് എന്തായിരിക്കും, അങ്ങനെ എന്തെങ്കിലും വല്ല അസുഖമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ മെൻ്റൽ വല്ലതായിരിക്കും. അപ്പോൾ ചുമ്മാ തമാശ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലായിടും ഒന്ന് തൂത്ത് വാരിയിട്ട് ഇനി ഞാൻ മേലൊക്കെ ഒന്ന് കഴുകാനായിട്ട് പോവാം കേട്ടോ. തുടയ്ക്കാനുള്ള മടി കാരണമാണ് ഈ ഒരു പണി ചെയ്യുന്നത്. അവിടെ ഇത്തിരി മണ്ണ്, ഒരു ചെളി പോലെ ഉണ്ടായിരുന്നു, അത് വെച്ച് തുടച്ച് കളഞ്ഞു. എനിക്കാണെങ്കിൽ ഈ തൂത്ത് കഴിഞ്ഞാൽ, വീട് ഫുള്ള് തൂത്ത് വാരി കഴിഞ്ഞാൽ തുടയ്ക്കാനുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ വരും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് മടിയും വരും കേട്ടോ. അപ്പോഴും വിചാരിക്കും, ഓ പിന്നെ ചെയ്യാം, പിന്നെ തുടയ്ക്കാം എന്നിങ്ങനെ തോന്നും കേട്ടോ. തൂത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഇപ്പം നീലൂസിനോട് ചാടിത്തുള്ളുവാണ് കേട്ടോ. ചില സമയത്തുണ്ടല്ലോ, എനിക്കാണെങ്കിൽ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ കിടന്ന് അലറും കേട്ടോ അവനോട്. പിന്നെ അതിനോട് സോറി പറയുകയും ചെയ്യും. അപ്പോൾ ഇത്രയുള്ളൂ, ടാറ്റാ.